അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രത്തിൽ തുല്യതമില്ലാത്ത ഒരു ദിവസമാണ് ഇന്നത്തെ ബദർ ദിനം. ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു സൂറത്തിനെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ഈ സൂറത്ത് അത്ഭുതമാണ്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റുബുൽ ഖുർആൻ എന്നാണ്. ഖുർആൻ്റെ നാലിലൊന്നാണെങ്കിൽ 4 പ്രാവശ്യം ഓതിയാൽ തീർച്ചയായും ഖത്മുൽ ഖുർആൻ ഓതിക്കൂലേ. ഈ ബദർ എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ പേജുകൾ സ്വർണ്ണക്ഷരങ്ങളെ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച ബദർ എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. ബദറില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കാണുന്ന പള്ളികൾ, മദ്രസകൾ, ഈ ഉപദേശങ്ങൾ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ഒരാളും ഉണ്ടാകുമായിരുന്നില്ല. അത്രയും നിർണായകമായൊരു യുദ്ധമായിരുന്നു ബദർ എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ അസറിൻ്റെ ശേഷം നിഷ്പ്രയാസമായിട്ടാണ് സ്വഹാബത്ത് കിറാമും അള്ളാഹുവിൻ്റെ റസൂൽ വിജയിച്ചത്. ഈ ഒരു സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട മഹത്വങ്ങൾ നാം മനസ്സിലാക്കണം. ബദർ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത്, ബദരീങ്ങൾ നാം സ്നേഹിക്കുന്നത് തീർച്ചയായും ഒരു നായ, തൊട്ടാൽ 7 പ്രാവശ്യം കഴിക്കേണ്ട നായ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ്. എന്തിനാണ് ഈ ഉന്നതമായ സ്ഥാനം നായ്ക്ക് കിട്ടി? ഒറ്റ കാരണം, അള്ളാഹു സ്നേഹിച്ച അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ചു. അപ്പോൾ ബദരീങ്ങളെ സ്നേഹിച്ചാൽ എത്ര മഹത്വമായിരിക്കും. അള്ളാഹുവിൻ്റെ ഉമ്മത്തായ നമുക്ക് എത്ര സ്ഥാനം സ്വർഗത്തിൽ കിട്ടും. അള്ളാഹു സ്വർഗത്തിൽ ബദരീങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ എത്ര വേണമെങ്കിൽ തെറ്റ് ചെയ്തോലോ, നിങ്ങൾക്കെല്ലാം പൊരുത്തു തന്നിരിക്കുന്നു. സ്വഹാബത്തിനോട് പറഞ്ഞു. അങ്ങനെ ആരോട്, ഏത് അടിമയോടാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? ഒരാളോടുമില്ല, ബദരീങ്ങളോട് പറഞ്ഞു. കാരണം അവർ ചെയ്യൂല, എന്നാലും പറഞ്ഞു. കാരണം അത്രക്കും സ്ഥാനമാണ് അവരുടേത്. ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെ പരിചയപ്പെടുമ്പോൾ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ഒന്നാമത് റുബുൽ ഖുർആൻ, 2 അത് നമ്മുടെ കച്ചവടത്തിനും നമ്മുടെ ബിസിനസ്സിലും വലിയ ബർക്കത്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു 7 പ്രാവശ്യം സുബഹിക്ക് ശേഷം ഇത് നാം ഓതുകയാണെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകൾ, എല്ലാ പ്രയാസങ്ങളും നീക്കും. അള്ളാഹുവിൻ്റെ ഖളായിൽ ഒരു പ്രയാസം അള്ളാഹു ഒരാൾക്ക് എഴുതി. ആ പ്രയാസം അന്നത്തെ ദിവസം അദ്ദേഹത്തിനത് ഏൽക്കേണ്ട പ്രയാസമാണ്. പക്ഷേ അദ്ദേഹം 7 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയതുകൊണ്ട് അതൊന്ന് കാവലായി മാറി എന്നുള്ളതാണ്. ഒരാൾ ഈ സൂറത്ത് ഇശാവിൻ്റെയും മഗ്‌രിബിൻ്റെയും ശേഷം ഓതിയാൽ, മക്കൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ, തീർച്ചയായും പൈശാചികമായ, മാനസികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് ഇതൊരു കാവലായിരിക്കും ഈ സൂറത്ത് എന്നുള്ളത്. വുദൂവിൻ്റെ ശേഷം ഒരാളിത് പാരായണം ചെയ്താൽ തീർച്ചയായും അമ്പിയാക്കൾ, ശുഹദാക്കളെ കൂടെ നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമെന്നുള്ളതാണ്. ഇതൊക്കെ ഹദീസിൽ നമുക്ക് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലെ ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ സൂറത്തൊന്ന് ഓത്. അള്ളാഹു ആഫിയത്തോടുകൂള്ള ദീർഘായുസ് അള്ളാഹു നൽകും. അതോടൊപ്പം അസ്മാഉൽ ബദ്ർ ഇന്ന് തീർച്ചയായും മറന്നു പോകരുത്. ഈ അസ്മാഉൽ ബദ്ർ നാം ചൊല്ലിയാൽ തീർച്ചയായും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് ചൊല്ലി ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്ക്, നിൻ്റെ ഏത് ദുആവും അള്ളാഹു സ്വീകരിക്കും. അതേപോലെ ഈ സൂറത്തും ഓതി ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ട് എന്നാണ്. അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് കാരണമാകും ഈ സൂറത്ത് ഒരാൾ സിഹ്ർപരമായ വിഷയത്തിൽ ഭയപ്പെട്ടുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഓതിയാൽ തീർച്ചയായും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് തെളിയിക്കുകയും അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. നോക്കി, ഈ ബദർ ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ബദരീങ്ങളുടെ അസ്മാഉൽ ബദ്രീൻ. തീർച്ചയായും അത് നാം ചൊല്ലിയിരിക്കണം. അത് ചൊല്ലി അള്ളാഹുവിനോട് നാം ദുആ ചെയ്താൽ അള്ളാഹു അതിലേക്ക് ഇജാബത്ത് നൽകുമെന്നുള്ളതാണ്. ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയ ഇന്നത്തെ തറാവിയെ ആരും നഷ്ടപ്പെടുത്തരുത്. ഇന്നത്തെ തറാവിക്ക് പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ തറാവി ഒരാൾ നമസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തൃപ്തി, റിള കിട്ടുമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റിള കിട്ടുന്നത് സ്വർഗം കിട്ടുന്നതിനേക്കാൾ വലിയ ഖൈറാണ്. അള്ളാഹുവിൻ്റെ റിള ഒരാൾക്ക് കിട്ടിയാൽ പിന്നെ എല്ലാം കിട്ടി. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ നാം ആഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ റിളയും അള്ളാഹുവിൻ്റെ ലിഖാ ആണ്. അതാണ് നാം അള്ളാഹുവിനെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ അള്ളാഹു നമ്മെ കാണാൻ ആഗ്രഹിക്കും. നമുക്ക് അള്ളാഹുവിനെ കാണണോ അല്ലെങ്കിൽ മറ്റൊന്നും ആഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും കാണാൻ സാധ്യമല്ല. നാം അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹുവിനെയാണ് നാം എന്തൊരു കാര്യം ചെയ്യണം. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ പൊന്നു മക്കളുണ്ട്, അവരെ സ്നേഹിക്കുകയാണെങ്കിൽ ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. അതേപോലെ നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി, അല്ലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് പെരുമാറിയത് ആരാണ്?
തൻ്റെ ഭാര്യമാരോടാണ്. അതുകൊണ്ട് നാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറി, നാം അയൽവാസികളെ സ്നേഹിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ സ്നേഹിക്കുന്നതിന് വേണ്ടി ഒക്കെ ഇത് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതൊക്കെ വലിയ ലാഭമാണ്. കാരണം ഒരു പക്ഷേ നാം അള്ളാഹുവിന് വേണ്ടിയൊക്കെ ചെയ്തു, നാം അധ്വാനിക്കുന്നു അല്ലേ, കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോൾ ഇത് എൻ്റെ ഭാര്യ മക്കളെ അല്ലേ, എനിക്ക് അവരെ നോക്കൽ ഉത്തരവാദിത്വമല്ലേ. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയാണ് നാം ഇതൊരു നിയ്യത്ത് ചെയ്താൽ നോക്കൂ, ഓരോന്നിനും അത്ഭുതകരം. പ്രത്യേകിച്ച് റമദാനാകുമ്പോൾ അങ്ങനെയാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ്റെ ഒരു മഹത്വം നിങ്ങൾ അറിഞ്ഞാൽ തീർച്ചയായും വർഷം പൂർത്തി റമദാനാകട്ടെ എന്ന് ആഗ്രഹിച്ചു പോകും, ഉറപ്പാണ്. നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. ഉദാഹരണക്ക് നാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പറയുകയാണ്, ഈ ഒരു മാസം എല്ലാവർക്കും ദിവസവും നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത് ഒരു ദിവസം കിട്ടുന്ന 1000 രൂപയ്ക്കെന്ന് വിചാരിക്കുക. പക്ഷേ ഈ ഒരു മാസം മാത്രം ഓരോരുത്തരും 70,000 അല്ലെങ്കിൽ ഒരു 5,000 അല്ലെങ്കിൽ 10,000 എല്ലാ ദിവസവും ഈ മാസം ലാഭം കിട്ടും. കാരണം ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ ദിവസവും 10,000 രൂപയാണ് ലാഭം. മറ്റു ദിവസങ്ങളിലോ, ഈ മാസമല്ലാത്ത മറ്റു 11 ദിവസങ്ങളിലും നിങ്ങൾക്ക് കച്ചവടത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന കാലം 1,000 രൂപ എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കും? ഈ 10,000 ആണോ നിങ്ങൾക്കിഷ്ടം, അതല്ലെങ്കിൽ ദിവസം 1,000 കിട്ടുന്നതാണോ? ദിവസം 10,000 രൂപയല്ലേ കിട്ടുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതേപോലെ നാം ആഗ്രഹിച്ചു പോകൂലേ, എല്ലാ ദിവസവും ഇതുപോലെ ആകട്ടെ, എല്ലാ മാസവും ഇതുപോലെ ആകട്ടെ എന്ന് ആഗ്രഹിക്കൂലേ? തീർച്ചയായും ആഗ്രഹിക്കും. എന്തേ? അത് ദുനിയാവിൻ്റെ ലാഭമാകുമ്പോൾ നമുക്കതിനോട് വലിയ സ്നേഹവും മഹബത്തൊക്കെ ഉണ്ടാകും. പിന്നെ ഇത് പരലോകത്താണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കിതൊരു നിസ്സാരമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഗുണം ഈ ദുനിയാവിനോട് ഇങ്ങനെ തട്ടിച്ചു നോക്കുമ്പോൾ നാം ഏതുപോലെ ആഗ്രഹിക്കുന്നു അതുപോലെ ഇതിനോട് നമുക്ക് ആഗ്രഹമുണ്ടാകും എല്ലാ ദിവസവും. അതുകൊണ്ടല്ലേ മഹാരഥന്മാരൊക്കെ ആഗ്രഹിച്ചത് റമദാൻ മൊത്തം എല്ലാ ദിവസവും റമദാനാകട്ടെ. എന്ത് പ്രതിഫലം അങ്ങനെയാണ്. ചെറിയത് ചെയ്താൽ ചെറിയ നന്മകൾക്കും വലിയ വലിയ പ്രതിഫലം കിട്ടുമ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് ഇന്ന് ബദറിൻ്റെ ദിനമാണ്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നിർണായകമായ ഒരു മുസ്ലിമിൻ്റെ വിജയമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല എൻ്റെ പ്രിയപ്പെട്ടവർ ആ ബദരീങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാം പരിചയപ്പെട്ടു പോകുന്ന സൂറത്ത് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട നമുക്കൊക്കെ മനഃപ്പാഠം അറിയുന്ന സൂറത്തുൽ ഖദ്റാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതെപ്പോഴും നാം പതിവാക്കണം. തീർച്ചയായും അത്ഭുതകരമായ നേട്ടങ്ങളുണ്ടാവും. നീ സമ്പന്നനായിട്ടല്ലാതെ മരിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഇന്ന് അസറിൻ്റെ സമയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു സമയമാണ്. അസർ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയത്തിലാണ് ഈ ബദറിലേക്ക് ഒത്തായ റസൂലും സ്വഹാബത്ത് ഇറങ്ങിയത്. അവിടെയാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നത്. നിഷ്പ്രയാസമായി സ്വഹാബികൾ വിജയിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ബദരീങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി ഇന്നത്തെ അസറിൻ്റെ ശേഷം നാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. തീർച്ചയായും ദുആക്ക് ഇജാബത്തുണ്ട്. അസറിൻ്റെ സമയം വളരെ പവിത്രമായ സമയമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്തും അതുപോലെ അസ്മാഉൽ ബദ്രിൻ ഒരിക്കലും മറന്നു പോകരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.